ഞാൻ ഇന്ത്യ മുന്നണിയെ കാണുന്നത് ഒരു ലോക്സഭാ ഇലക്ഷൻ വാർ റൂം എന്ന നിലയിൽ മാത്രമാണ്. അതിനുശേഷം അതിന് തിരഞ്ഞെടുപ്പിന് വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിന് ശേഷമാവട്ടെ പാർലമെന്റിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയെ ഒരു അലയൻസായി, ഒരു ലോങ് ടേം അലയൻസായി ഞാൻ കാണുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ചിരിക്കുന്ന ഒരു ലോക്സഭാ ഇലക്ഷൻ വാർ റൂം മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ഞാൻ രണ്ടു നേതാക്കളുടെ പ്രതികരണങ്ങൾ വായിക്കാം. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച നാഷണൽ കോൺഫറൻസിലെ ഒമർ അബ്ദുള്ള 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഹൂ വിൽ ലീഡ്? ആരാണ് ഈ മുന്നണി നയിക്കുക? രണ്ടാമത് ചോദിക്കുന്നു, വാട്ട് ഈസ് റെലവൻസ് ഓഫ് ദിസ് അലയൻസ്? എന്താണ് ഈ അലയൻസിൻ്റെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണ്? ഇനി ചോദിക്കുന്നു, ഇനി എങ്ങനെയാണ് ഈ അലയൻസ് മുന്നോട്ട് പോകാൻ പോകുന്നത്? എന്താണ് ഈ അലയൻസിൻ്റെ അജണ്ട? ചോദിക്കുന്നത് ആരാ? ഈ അലയൻസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ, അതും ജമ്മു കാശ്മീർ ഭരിക്കുന്ന ഒരു കക്ഷിയുടെ നേതാവാണ് ഒമർ അബ്ദുള്ള ചോദിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ 32 സീറ്റിൽ 6 സീറ്റ്. അതാണ് ഞാൻ പറയുന്നത്. ആ ജമ്മു കാശ്മീരിൻ്റെ രാഷ്ട്രീയ സ്ഥിതി കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ജമ്മു കാശ്മീരിൽ താഴ്വരയിൽ 32 സീറ്റിൽ മത്സരിച്ച് 6 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. അവിടെ 27 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നത് ആരാ? അവിടെ വിജയിച്ചിരിക്കുന്നത് BJP. അതായത് BJP-യുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയ താഴ്വരയിൽ 6 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അതും കഴിഞ്ഞ തവണ 12 സീറ്റ് ഉണ്ടായിരുന്നതിൽ 6 സീറ്റ് നഷ്ടപ്പെട്ടു. എന്നാൽ അതേസമയം നാഷണൽ കോൺഫറൻസ് നില മെച്ചപ്പെടുത്തി 27 സീറ്റാണ് കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. അതായത് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് നില 27 സീറ്റ് കൂട്ടുമ്പോൾ 6 സീറ്റ് ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നുണ്ട്. ആ നാഷണൽ കോൺഫറൻസ് എന്നിട്ടും സഖ്യകക്ഷിയായിട്ട് കോൺഗ്രസിനെ കൂട്ടി മന്ത്രിസ്ഥാനമടക്കം വാഗ്ദാനം ചെയ്തു. ജമ്മു കാശ്മീരിൽ ഒരു ഇന്ത്യ മുന്നണി എന്ന പേരിലുള്ളൊരു സഖ്യം ഭരിക്കുന്നുണ്ട്. ആ സഖ്യത്തിൻ്റെ നേതാവായ ഒമർ അബ്ദുള്ള ചോദിക്കുന്നു, ഇനി ഈ മുന്നണി എങ്ങോട്ട് പോകണം? ആർക്കും ഒരു ഐഡിയയുമില്ല. ഈ മുന്നണി ഇപ്പോഴുണ്ടോ എന്നതുപോലും നിശ്ചയമില്ല എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസ് ലീഡർ ഒമർ അബ്ദുള്ളയാണ്. ഇനി തേജസ്വി യാദവ് പറഞ്ഞു, ഇതൊരു ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റ് മാത്രമായിരുന്നു, അതിനി രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പോഴില്ല എന്ന് തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞത്, ഈ ഇന്ത്യ മുന്നണി നയിക്കാൻ മമതാ ബാനർജി വരട്ടെ. ശരത് പവാർ പറഞ്ഞു, മമതാ ബാനർജി മികച്ച കഴിവുള്ള നേതൃയാണ് എന്ന് പറയുന്നു. അത് മമതാ ബാനർജി എൻജോയ് ചെയ്യുകയും ആസ്വദിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടു. അത് ശിവസേന പറയുന്നു. ഇനി മാത്രവുമല്ല, നോക്കൂ, ഇത് ഈ ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിലേക്ക് അടുത്തിടെ എനിക്കൊന്ന് കഴിഞ്ഞ ജനുവരി 18-ാം തീയതിയാണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധി ഒരു സന്ദർശനം നടത്തുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാര്യം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിൽ ഏറെക്കുറെ അപ്രിയനായിരിക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയാം, മുതിർന്ന നേതാക്കൾ. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചിരിക്കുന്ന ഒരു ഇലക്ഷൻ വാർ റൂം മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ അത് വിലയിരുത്തിയതുപോലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ഒരു തടസ്സമാണ്. അവരുടെ എക്സ്പാൻഡബിലിറ്റി എന്ന് മാത്രമല്ല, അവരുടെ എക്സിസ്റ്റൻസ് തന്നെയാണ് പ്രശ്നം. അതായത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ എക്സിസ്റ്റൻസ് പറയുന്നത് കോൺഗ്രസ് വിരോധത്തിലാണെന്നേ. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ CPM വളരണമെന്നുണ്ടെങ്കിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ അലയൻസ് ഉണ്ടാക്കാൻ സാധ്യമാണോ? ഇനി വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വളർന്നത് BJP-യുടെ വോട്ട് വാങ്ങിയിട്ടാണോ? അല്ലല്ലോ. അവിടെ ലെഫ്റ്റ് തകരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നത് എവിടെ നിന്നാണ്? കോൺഗ്രസ് ബാസ്റ്റീനിൽ നിന്നാണ്. LDF-ൽ നിന്ന് കുറച്ച് അണികൾ പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. അതേസമയം കോൺഗ്രസിൽ നിന്ന് ആളുകൾ കൂടുതൽ വന്നേക്കുന്നത് തൃണമൂൽ കോൺഗ്രസിലേക്കാണ്. അതായത് കോൺഗ്രസ് ചീഞ്ഞാൽ മാത്രം അത് വളമായി മാറുന്ന രാഷ്ട്രീയ കക്ഷികൾ നമ്മളുടെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളായി ഇന്ത്യയിലുണ്ട്. വിവിധ സംസ്ഥാന കക്ഷികളായിട്ട് ഇന്ത്യയിലുണ്ട്. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ, RJD ബീഹാറിൽ, അതേപോലെ കേരളത്തിൽ CPIM. തമിഴ്നാട്ടിൽ പക്ഷേ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ DMK കുറച്ചുകൂടി അക്കോമഡേറ്റീവാണ്. പക്ഷേ അവിടെയും ഒരു പരിധിക്കപ്പുറത്തേക്ക് DMK കോൺഗ്രസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. രാഹുൽ അംഗീകരിക്കുന്നപ്പോൾ DMK മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അതാണ് ഇനി അതിലെ കൗതുകകരമായ കാര്യം. കോൺഗ്രസ് ഇല്ല. ഈ നോക്കൂ, 2026 നടക്കാൻ പോകുന്നത് 5 തിരഞ്ഞെടുപ്പുകളാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ലല്ലോ, ഇല്ല. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒരുപക്ഷെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ മത്സരിച്ചേക്കാം. പിന്നീടുള്ളത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യ മുന്നണി ഇല്ല. പിന്നീടുള്ളത് ആസാമാണ്. ആസാമിലും ഇന്ത്യ മുന്നണി അസച്ച് പ്രവർത്തിക്കാൻ സാധ്യത നിലവിൽ കാണില്ല. കാര്യം ആം ആദ്മി പാർട്ടിയുമായിട്ട് അടിയാണ്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് ചെറിയ സ്വാധീനമുണ്ട്, ചെറിയ മേഖലകളിൽ മത്സരിക്കേണ്ടതാണ്. പക്ഷേ അതാണ് നിലവിൽ അത്തരം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ. ബീഹാറിൽ ഒക്ടോബറിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RJD ഇന്റർനാഷണൽ കോൺഗ്രസിനെ ഒഴിവാക്കണമെന്ന രാഷ്ട്രീയമായിട്ടുള്ള സീറ്റ് കൊടുക്കില്ല. ഈ സീറ്റ് ബാർഗൈനിങ്, RJDയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇത്തവണ കൂടി RJD അധികാരത്തിലില്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പറയുന്നത് പോലെ, UDF-ന്റെ അവസ്ഥ പറയുന്നത് പോലെ തീർന്നു RJD. അതുകൊണ്ട് തന്നെ, കാര്യം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണമില്ലാതെ ഒരു കാരണവശാലും RJD പോലും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമ്മർദ്ദം ഇന്ത്യ മുന്നണിയിലുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ മുന്നണി നിർവീര്യമാകാനുള്ള സാധ്യത?
എളുപ്പത്തിൽ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, സംഘടനാപരമായതിൻ്റെ ദൗർബല്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ലോങ് ടേം അലയൻസായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സ്ഥാപിതമായതല്ല. തുടക്കം മുതൽ തന്നെ കല്ലുകടിയുണ്ട്. അതിലെ സ്ഥാപനം അതിന് നേതൃത്വം നൽകിയ ആൾ തന്നെ പിന്നീട് മുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നത് കണ്ടു, നിതീഷ് കുമാർ. എന്നാൽ അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിൽ എന്തെങ്കിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയാതെ പോയി. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഫ്ലോർ മാനേജ്മെന്റ്. എന്ത് ഫ്ലോർ മാനേജ്മെന്റ് ആയിരുന്നു ഇന്ത്യ മുന്നണിക്ക്? ഒന്നും ഉണ്ടായിരുന്നില്ല. വിന്റർ സെഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കേണ്ട രാഷ്ട്രീയ അവസരം. ആ രാഷ്ട്രീയ അവസരം കോൺഗ്രസ് മുതലെടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, എത്രയെത്ര വിഷയങ്ങളാണ്. സംഭൽ വിഷയം സമാജ്വാദി പാർട്ടി പറഞ്ഞു, സംഭലിന്റെ വിഷയം സഭയിൽ ഉയർത്തണം. MSP വിഷയം ഉയർത്തണമെന്ന് ഇടതുകക്ഷികൾ പറഞ്ഞു, അത് ഉയർത്തിയില്ല. മണിപ്പൂർ വിഷയം ഉയർത്തണമെന്ന് RJDയും സമാജ്വാദി പാർട്ടിയും പറഞ്ഞു, അത് ഉയർത്തിയില്ല. പകരം ഒരൊറ്റ വിഷയത്തിൽ നിന്നും രാഹുൽ ഗാന്ധി അദാനി അദാനി അദാനി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവിടെ നടന്ന വാക്കൗട്ടുകളും അവിടെ നടന്ന അടിയന്തര പ്രമേയ ചർച്ചകളും എല്ലാം അദാനി ഫോക്കസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അത് ഫ്ലോർ മാനേജ്മെന്റിന്റെ പരാജയമാണെന്ന് ബോധ്യമായി. സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കൂ, സമാജ്വാദി പാർട്ടിയിലെ അഖിലേഷ് യാദവിന് കൊടുത്തിരിക്കുന്ന അപ്രധാനമായ സീറ്റാണ്. മാത്രമല്ല കൂടുതൽ SP നേതാക്കന്മാരെ ആദ്യ സീറ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ തങ്ങളോടുള്ള അവഗണനയാണെന്ന് സമാജ്വാദി പാർട്ടി തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഫ്ലോർ മാനേജ്മെന്റ് പാളുന്നു, സീറ്റിംഗ് അറേഞ്ച്മെന്റ് പാളുന്നു, അതിനുശേഷമുള്ള സ്ട്രാറ്റജികൾ പാളുന്നു. അതിനുശേഷമാണ് നോക്കൂ, ഒരു കോർഡിനേഷൻ കമ്മിറ്റി പോലും വിളിച്ചുകൂട്ടാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് തിരഞ്ഞെടുപ്പിലേറ്റ പരാജയം സമ്മാനിക്കുന്ന ആത്മവിശ്വാസക്കുറവ്. ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. നേരത്തെ തിരഞ്ഞെടുപ്പിന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 4 തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 4 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ 34 സീറ്റുകളാണ് JMM നേടുന്നത്. 16 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുന്നത്. പക്ഷേ അവിടെ ഭരണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണ വേണം, 41 സീറ്റ് വേണം. അതുകൊണ്ട് മാത്രമാണ് അവിടെ JMM ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് സഖ്യമായി നിൽക്കുന്നത്. പക്ഷേ അവിടെയും JMM തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ആണ് ജമ്മു കാശ്മീരിൽ ലീഡ് ചെയ്യുന്നത്. ഇത് ഒഴിച്ചു നിർത്തിയാൽ വേറെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് BJPയുമായി പോരാടുന്ന ഇടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കളം പിടിക്കാൻ പറ്റിയോ? ഒരിടത്തും പറ്റിയില്ലല്ലോ. മഹാരാഷ്ട്രയിൽ പറ്റിയില്ല, അതേപോലെ ഹരിയാനയിൽ പറ്റിയില്ല. ഇത് സൃഷ്ടിക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ബാർഗൈനിങ് പവർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹാസ് ബീൻ ഡിക്രീസ്ഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 101 സീറ്റുകൾ ലോക്സഭയിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ പ്രാദേശിക കക്ഷികളുമായി സംസ്ഥാന തലത്തിലുള്ള അവരുടെ ബാർഗൈനിങ് പവർ എന്നുള്ളത് വളരെ ദുർബലമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിന് മൊത്തത്തിൽ റിയലൈൻ ചെയ്യേണ്ടതുണ്ട്. നിലവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് ആ അർത്ഥത്തിലുള്ള ആത്മവിശ്വാസം നേടി, ഘടകകക്ഷികളുടെ പ്രാദേശിക കക്ഷികളുടെ ആത്മവിശ്വാസം നേടി മുന്നോട്ട് പോകുന്നതിന് ഇനിയും ഹോംവർക്കുകൾ ഒരുപാട് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഘടനാപരമായി തന്നെ ഇന്ത്യ മുന്നണി ഒരു ലോങ് ടേം പൊളിറ്റിക്കൽ അലയൻസ് ആയിരുന്നില്ല, അതൊരു ഷോർട്ട് ടേം ഇലക്ടറൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അലയൻസ് എന്ന് പോലും ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് റാദർ ഇതൊരു ലോക്സഭാ ഇലക്ഷൻ അറേഞ്ച്മെന്റ് ആയിരുന്നു. ഒരു വാർ റൂമിന്റെ പ്രത്യേകത മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ രാഷ്ട്രീയമായി, പൊളിറ്റിക്കലി ഈ ഇന്ത്യ മുന്നണി എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. അതിന് വളരെ ഇനി അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭയിൽ നടക്കാൻ പോകുന്ന ചർച്ചകളിലും ഒക്കെ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ചുരുങ്ങിയ പക്ഷം ലോക്സഭയിലെ ഫ്ലോർ മാനേജ്മെന്റിലെങ്കിലും ഒരു ഒപ്പോസിഷൻ യൂണിറ്റി എന്ന നിലയിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കേണ്ടതുണ്ട്. അഥവാ ഒരു പാർലമെന്ററി പാർട്ടി മുന്നണിയൽ എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് അടിയന്തരമായി വേണ്ടത് അവർ ഏകോപനം കൂടുക, ആ ഒരു കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ് കൂടുക എന്നുള്ളതാണ്. നിലവിലത് സാധ്യമായിട്ടില്ല. പരസ്പരം പോർ വിളിച്ച് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും നോക്കൂ, ആം ആദ്മി ആപ്കി പാപ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്യുമെൻ്റ് റിലീസ് ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ പാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്യുമെൻ്റ് റിലീസ് ചെയ്യുന്നത് ആ ആം ആദ്മി പാർട്ടിയുടെ കരം പിടിച്ച് ലോക്സഭയെ നേരിട്ട രാഹുൽ ഗാന്ധിയാണ്. ആ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അജയമാക്കാനിരിക്കുന്നു. പഞ്ചാബിലെ റാഡിക്കലിസം വളർത്തിയില്ലേ നിങ്ങൾ? അംബേദ്കറിന്റെ പ്രതിമ നിങ്ങൾ സൂക്ഷിച്ചു. ഈ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് ആദ്യം അലിഗേഷൻ കൊണ്ടുവരുന്നത് ഗവർണർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇതിന് അരവിന്ദ് കെജ്രിവാൾ ജയിൽ പോകാനുള്ള കാരണം തന്നെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഗവർണറുടെ നീക്കമാണ്. അത് പിന്നീട് BJP ഏറ്റെടുക്കുക ചെയ്യുന്നത്. അതാണ് പിന്നീട് CBI അന്വേഷണത്തിലേക്കും ED അന്വേഷണത്തിലേക്കും ഒക്കെ പോകുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. BJPയേക്കാൾ ആം ആദ്മി പാർട്ടി ആ അർത്ഥത്തിൽ എതിർക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിലവന്നാൽ ഇനി മുന്നോട്ടുള്ള പോക്കിൽ അതിനൊരു സാധ്യത, ഒരു ലോങ് ടേം സാധ്യത ഞാൻ കാണുന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ നിർവീര്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.